നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. എന്തായാലും 1983 ഇന്ത്യ ലോകകപ്പ് നേടിയതോടുകൂടിയാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതമായി മാറിയതും രാജ്യമെങ്ങും അതിൻ്റെ ഒരു ലഹരി പടർന്നു പിടിക്കുന്നതും കണ്ടത്. അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റിൽ ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുമോ എന്ന് നമുക്കിന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കലാശപ്പോരാണ്. ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും ഇന്ന് ഫൈനൽ മത്സരത്തിൽ ഡിവൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ മുംബൈയിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇന്ത്യ ആതിഥേയരാണ് എന്നൊരു വലിയ പ്ലസ് പോയിന്റ് ഇന്ത്യക്കുണ്ട്. ഈ മത്സരത്തിന്റെ എന്തായാലും ടോസ് അല്പം വൈകും എന്നാണ് മനസ്സിലാകുന്നത്. മഴ ചെറിയ തടസ്സമുണ്ട്. ഡിവൈ പട്ടേൽ സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ റൺമഴ പെയ്യുന്ന സ്റ്റേഡിയമാണ് നവി മുംബൈയിലെ സ്റ്റേഡിയം. ആ റൺ മഴയ്ക്ക് മുൻപ് ഒരു വലിയ മഴ മുംബൈയിൽ ഇപ്പോൾ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടോസ് അല്പം വൈകിട്ടുണ്ട്. 3 മണിക്കായിരിക്കും ടോസ് ആരംഭിക്കുക. അതെ, ആവേശത്തിന്റെ ഒരു അല്പം നീളും എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. അതായത് 3 മണിക്കാണ് ടോസ്, 3:30-ക്കാണ് മത്സരത്തിന് തുടക്കമാവുക. അതായത് കൃത്യം 1 മണിക്കൂർ മത്സരം വൈകും എന്നുള്ള ഒരു നിരാശയുണ്ട്. പക്ഷേ എത്ര കാത്തിരിക്കുകയാണ് രാജ്യം ഒന്നടങ്കം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് 2 തവണ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആ കിരീടം ഇത്തവണ ഇന്ത്യക്ക് നേടാനാകുമെന്ന വലിയ പ്രതീക്ഷയാണ്. അതിന് പ്രത്യേക കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ റെക്കോർഡ് റൺ ചേസ്, അതിൽ നിന്ന് കിട്ടിയ ആവേശം, ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തവണ ഇറങ്ങുന്നത്. ആവേശ പോരാട്ടങ്ങൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. 3 മണിക്കാണ് ടോസ്. ഇനി അരമണിക്കൂർ കൂടിയുണ്ട്. 3:30-ക്കാണ് മത്സരങ്ങൾക്ക് തുടക്കമാവുക എന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ സനിൽ പി തോമസ് ചേരുന്നുണ്ട്. സനിൽ പി ആവേശ പോരാട്ടങ്ങൾ സനിൽ പി തോമസിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. അതായത് ആവേശ പോരാട്ടങ്ങൾ ഇതില്ല, ഈ പറഞ്ഞതുപോലെ തന്നെ 2 നിർഭാഗ്യങ്ങൾ എന്നും വേട്ടയാടിയ 2 ടീമുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇന്ത്യക്ക് 2 തവണ കിരീടം നഷ്ടപ്പെട്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കയെ നമുക്കറിയാം, അവരുടെ പുരുഷ ടീമിന് ഒരു കാലത്തും പലകുറി അവരുടെ കയ്യിൽ നിന്ന് കിരീടം വൈകിപ്പോയത് കണ്ടിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കും കഴിഞ്ഞ 2020 ലോകകപ്പിൽ ന്യൂസിലാൻഡിനോട് തോൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമോ? അവരുടെ കന്നി ഫൈനലിൽ കിരീടം നേടാനാകുമോ? അതോ ഇന്ത്യ 1 പിഴച്ചാൽ 3 എന്ന ആ തരത്തിലുള്ള ചൊല്ല് അനർത്ഥമാക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ എന്തായാലും ആ നിർഭാഗ്യത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് ചില സൂചനകളുണ്ട്. കാരണം ടെസ്റ്റ് ലോകകപ്പിലൊക്കെ ദക്ഷിണാഫ്രിക്കയുടെ പുരുഷ ടീം നടത്തിയ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ. അപ്പോൾ വനിതാ ടീമിനും ആ വിജയ തുടർച്ച ആഘോഷിക്കാൻ പറ്റുമോ എന്നാണ് കാണേണ്ടത്. എന്തായാലും ഇന്ത്യ ആയാലും ദക്ഷിണാഫ്രിക്ക ആയാലും ഇത്തവണ ആർക്കായാലും ഇത് കന്നി ലോകകപ്പാണ്. ദക്ഷിണാഫ്രിക്ക ഇത് ആദ്യമായാണ് കലാശപ്പോരിന് ഇറങ്ങുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. പക്ഷേ ഹോം ഗ്രൗണ്ടിന്റെ ഒരു ആനുകൂല്യം അത് എന്തായാലും ഇന്ത്യക്കുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വനിതാ ലോകകപ്പിലെ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും അധികാരായ ഓസ്ട്രേലിയ സെമിഫൈനൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ വരുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ നേടിയിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കലാശപ്പോരിന് ദക്ഷിണാഫ്രിക്ക എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 2 ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക ആയിരുന്നു ജയം. ഇത്തവണ അത് ആവർത്തിക്കുമോ അതോ ഇന്ത്യ പകരം വീട്ടുമോ എന്നാണ് കാണേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ആ ദൃശ്യത്തിലേക്കാണ്. അതായത് ഇന്നലെയായിരുന്നു 2 ടീം ക്യാപ്റ്റന്മാരുടെയും ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത്. ഹർമൻപ്രീതും ഒപ്പം തന്നെ ലോറ വോൾവാർട്ടും തമ്മിലുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. 2 ക്യാപ്റ്റന്മാരുണ്ട്. ഇതിൽ ആരുടെ കൈകളിലേക്കായിരിക്കും ആ ട്രോഫി എത്തുക? ആരാണ് ആ സ്വർണ്ണ കിരീടത്തിൽ മുത്തമിടുക എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യവും ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയും ഒന്നടങ്കം. 2 പേർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ കിട്ടിയാൽ അത് വലിയൊരു മാറ്റമാണ്. 2 പേരുടെയും ആദ്യ ലോകകപ്പ്. അതെന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2005-ലാണ് ഇന്ത്യ ആദ്യമായി ഈ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ എത്തുന്നത്. അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു മത്സരം. അന്ന് കപ്പ് കിട്ടിയില്ല, ഓസ്ട്രേലിയയോട് തോറ്റു. 2017 വരുമ്പോൾ മത്സരം ഇംഗ്ലണ്ടിലായിരുന്നു. ലോർഡ്സിലെ കലാശപ്പോരിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനോട് തോറ്റ് വന്നു. ഈ 2 തവണത്തെ നിരാശ. നേരത്തെ അനിൽ പറഞ്ഞ പോലെ 1 പിഴച്ചാൽ 3, ഇന്ത്യ അതിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയാണ്. അതിന് ഒരു പ്രധാന കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ മത്സരം ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിലെ അല്ലെങ്കിൽ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടായിരുന്നു. റെക്കോർഡ് ചേസ് ആയിരുന്നു 338 റൺ എന്നുള്ളത്. അങ്ങനെ ഒരു ചേസ് ഒരുപക്ഷെ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ജമീമയുടെ ആ ഒരു ഇന്നിങ്സ് നമുക്ക് നേരത്തെ 1983 വേൾഡ് കപ്പിൽ കപിൽ ദേവിന്റെ 175-നെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന പോലെ അതുപോലൊരു ഇന്നിങ്സ് ആയിരുന്നു ജമീമ കളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ടീമിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം വലുതാണ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ തോൽപ്പിക്കുന്നു. ഈ രീതിയിൽ അതേ സ്റ്റേഡിയത്തിൽ അതേ സെമി നടന്ന അതേ വേദിയിൽ തന്നെ ഫൈനൽ നടക്കുന്ന ഒരു പ്രത്യേക ആനുകൂല്യം കൂടി ഇന്ത്യക്ക് ഇത്തവണയുണ്ട്. പക്ഷേ പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓവർ കോൺഫിഡൻസ് തിരിച്ചടിയാവുമോ എന്ന് പറയുന്നുണ്ട്. നോക്കാം. എന്തായാലും മാനസികമായാണ് ആദ്യത്തെ ജയം വേണ്ടത്. അത് ആർക്കാണ് എന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ നമുക്കിപ്പം സനിൽ പി തോമസ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, സ്പോർട്സ് ജേർണലിസ്റ്റ് ചേരുന്നു. സനിൽ പി തോമസ്, 2 പേരുടെയും ഹിസ്റ്ററി അത്ര നല്ലതല്ല. പക്ഷേ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഹിസ്റ്ററിക്കോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ലെന്നാണ് പറയുക. അല്ല, നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. അതായത് നമ്മളെ ഒരു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് ഒരു വലിയ മാറ്റത്തിന്റെ തുടർച്ചയാണിത്. അതായത്
ഒരുപാട് കാലമായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ രണ്ട് മുഖങ്ങളായിരുന്നു. ഒന്ന് മിഥാലി രാജും മറ്റൊന്ന് ജൂലൻ ഗോസ്വാമി. രണ്ടുപേരും ഒന്നിനു പുറകെ ഒന്നായിട്ട് പിൻവാങ്ങി. അവരുടെ മികവിലാണ് 2005 സൗത്ത് ആഫ്രിക്കയിലും 2017 ഇംഗ്ലണ്ടിലും ഇന്ത്യ ഫൈനലിൽ കടന്നത്. അപ്പൊ അന്ന് ഫൈനലില് 2005 ഇന്ത്യയുടെ പരാജയം വളരെ ദയനീയമായിരുന്നു. പക്ഷെ 2017 അതല്ലായിരുന്നു സ്ഥിതി. വളരെ മനോഹരമായി കളിച്ച് വളരെ കഷ്ടിച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടത്. മാത്രമല്ല അന്ന് സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് ഇന്നത്തെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ പുറത്താകെ നേടിയ മനോഹരമായ സെഞ്ചുറിയാണ്. അതിന്റെ ഒരു ആവർത്തനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചുള്ളവർ 3 തവണ സെമി ഫൈനലിൽ കടന്നിട്ടുണ്ട്. ഇന്ത്യ 2 തവണ ഫൈനലിൽ കടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 വേൾഡ് കപ്പിലും ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടിരുന്ന മത്സരങ്ങളിൽ ഇവിടെയും നമ്മൾ ലീഗ് റൗണ്ടിൽ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടു. ഇപ്പൊ ലീഗ് റൗണ്ട് എടുത്താൽ ഇന്ത്യ 3 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു. സൗത്ത് ആഫ്രിക്കയോടും ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും. സൗത്ത് ആഫ്രിക്ക ആകട്ടെ ഇംഗ്ലണ്ടിനോടും ഓസ്ട്രേലിയയോടും പരാജയപ്പെട്ടു. പക്ഷേ സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ സൗത്ത് ആഫ്രിക്ക നല്ല വിജയമാണ് നേടിയത്. ഇന്ത്യ അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെയും നല്ല വിജയം നേടി. അത് നല്ല കോൺഫിഡൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു വീക്ക്നെസ് തോന്നുന്നത് ബൗളിങ്ങിൽ ഇച്ചിരി പോരായ്മകളുണ്ട് എന്നുള്ളൊരു രേണുകാ സിംഗ് ഒക്കെ ഫോമിലാകേണ്ടതുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ബാറ്റിങ്ങിന്റെ ഒരു മികവിലാണ് ഇന്ത്യ ഇപ്പം മുന്നോട്ട് പോകുന്നത്. നമ്മളൊരു ഘട്ടത്തിൽ നമ്മൾ സെമിഫൈനലിൽ കടക്കാതെ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് നടന്ന വേൾഡ് കപ്പിൽ നമ്മൾ സെമിഫൈനലിൽ കടക്കാതെയാണ് പുറത്തായത്. അപ്പം സൗത്ത് ആഫ്രിക്ക കടക്കുകയും ചെയ്തിരുന്നു. 21 നടക്കേണ്ടതാണ്, കോവിഡ് കാരണം 22 മാറ്റിവെച്ചത്. അപ്പം 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വനിതാ വൺ ഡേ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഹർമൻപ്രീത് കൗറിനെയും സ്മൃതി മന്ദാനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല അവസരമാണ്. സച്ചിൻ തെണ്ടുൽക്കർക്ക് വേണ്ടിയിട്ട് പണ്ട് നമ്മൾ ലോകകപ്പ് നേടിയെന്ന് പറയുന്ന പോലെ മുംബൈയിൽ, ഇതിപ്പോൾ നവി മുംബൈയിലെ പട്ടേൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഹർമൻപ്രീത് കൗറിനെ സംബന്ധിച്ച് 36 വയസ്സായി. ഇനി ഒരു വേൾഡ് കപ്പിനുള്ള സാധ്യതകൾ കുറവാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു വിജയത്തോടു കൂടി ഇന്ത്യയെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകകപ്പ് നേടിക്കൊണ്ട് തന്റെ അവസാനത്തെ ലോകകപ്പ് കളിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ജില്ല ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത പിന്നെയും വരുന്നത് കവേഴ്സ് വീണ്ടും വന്നു എന്നുള്ളതാണ്. അതായത് കവേഴ്സ് നീക്കിയതായിരുന്നു, പക്ഷേ മത്സരം വീണ്ടും ആശങ്കപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മഴ വില്ലനാകുമോ എന്നുള്ള വലിയ സംശയമുണ്ട്. പ്ലേയേഴ്സ് പക്ഷേ ഇന്ന് മത്സരം നടന്നില്ലെങ്കിൽ റിസർവ് ഡേയിലേക്ക് ഫൈനൽ മാറ്റാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് ഫൈനൽ മത്സരം മാറാനുള്ള ഒരു സാധ്യതയാണ്. ശ്രീ സൽപി തോമസ്, മിഥാലിക്ക് കഴിയാത്തത് ഹർമൻപ്രീതിന് കഴിയുമോ എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. ഒപ്പം ഈ റൺ ഒരുപാട് ഒഴുകുന്ന ഒരു പിച്ചാണല്ലോ DY പട്ടേൽ സ്റ്റേഡിയത്തിലേത്. ഇന്ത്യയുടെ കരുത്താണെങ്കിൽ ബാറ്റിംഗുമാണ്. ഇന്ത്യ ടോസ് കിട്ടിയാൽ ബാറ്റിംഗ് എന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോവുക? സാധാരണഗതിയിൽ ചേസിങ്ങിന് ചിലപ്പം പോകാൻ മേലാഴികയില്ല. അറിയത്തില്ല എന്താണ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്. ഇപ്പം പിച്ചിൽ നമുക്ക് അത്ര സ്ട്രൈക്ക് ബൗളേഴ്സ് അല്ല. ജൂലൻ ഗോസ്വാമിയെ പോലൊരു ബൗളർ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ടോസ് ജയിച്ചാലും ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാൻ മേലാഴികയില്ല. കാരണം വളരെ ശക്തമായ ഇന്നിപ്പോൾ വൺ ഡേ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പെയറാണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനും ഉൾപ്പെടെയുള്ളവരുടെ. ഏറ്റവും മികച്ച 2021 ശേഷം ഏറ്റവും കൂടുതൽ റൺസ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നേടിയത് സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ബൗളർ നമ്മുടെ ബൗളർ ഫോമിലായാൽ എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബൗളിംഗ് തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ബാറ്റിംഗ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. കാരണം നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച്. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം മിതാലി രാജിന് കഴിയാത്തത് സാധിക്കുമെന്ന് ചോദിച്ചില്ല. മിതാലി രാജ് 2017 നമ്മൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് തിരിച്ചു വരുമ്പം ബോംബെ സ്റ്റേഡിയത്തില് വലിയ ആൾക്കൂട്ടം സ്വീകരിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പത്രപ്രവർത്തകരോട് മിതാലി രാജ് പറഞ്ഞൊരു വാക്കുകളുണ്ട്. 2005 ഞങ്ങൾ ഫൈനലിൽ കടന്നിരുന്നു, അത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 2005 2017 എത്തിയപ്പോഴാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് അംഗീകരിക്കപ്പെട്ട് തുടങ്ങിയത്. അതിന്റെ ഒരു തുടർച്ചയാണ്. പക്ഷേ ഇത് മാറിയും മറിഞ്ഞും വരുന്നു. ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ 2020 ഏകദിന ക്രിക്കറ്റിൽ നല്ല ഇത് 2-1 ഏകദിന പരമ്പര നേടിയതിന് ശേഷമാണ് മിതാലി ഇവിടുത്തെ ഹർമൻപ്രീത് കൗറും സ്മൃതി മന്ദാനെല്ലാം തിരിച്ചെത്തി ഈ വേൾഡ് കപ്പിലേക്ക് എത്തുന്നതും. പക്ഷെ അതേ ഇംഗ്ലണ്ടിനോട് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പം എങ്ങനെയും വരാം. പക്ഷെ കളിക്കാരെല്ലാം ഫോമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. റോഡ്രിഗ്സ് നല്ല ഫോമിലെത്തി, ക്യാപ്റ്റൻ ഫോമിലാണ്, സ്മൃതി മന്ദാന ഫോമിലെത്തി. അതുകൊണ്ട് ബാറ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ്, പരമാവധി റൺസ് 300 to 350 ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതിൽ നല്ല മിഡിൽ ഓർഡർ ഉണ്ട്.
പിന്നെ ആ സമയത്ത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചുള്ള അവരുടെ മിഡിൽ ഓർഡറിൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചുള്ള അവരുടെ മിഡിൽ ഓർഡറിൽ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട് കഴിഞ്ഞ ഇതില്. അത് എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും വനിതാ ക്രിക്കറ്റിന് കാലക്രമേണയാണ് ഈ സ്വീകാര്യത ലഭിച്ചത്. ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഈ രീതിയിൽ വേതനമൊക്കെ തുല്യമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഈ അടുത്ത കാലത്താണ് വന്നത്. മാത്രമല്ല ഇതൊരു ബാറ്റർ തുടങ്ങിയ പ്രയോഗങ്ങൾ, പണ്ട് ബാറ്റ്സ്മാൻമാർ എന്നൊക്കെ പറയുമ്പോൾ ബൗളർമാർ എന്ന് പറയുമ്പോൾ ബാറ്റർ ബൗളർ ഈ രീതിയിൽ ഒരു ലിംഗ നിഷ്പക്ഷതയുള്ള ഈ അടുത്താണ് ഒരു കോട്ട് വായിച്ചത്, എൻ ശ്രീനിവാസൻ ഒരുപക്ഷെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ താൻ വനിതാ ക്രിക്കറ്റ് തന്നെ എടുത്തു കളഞ്ഞേക്കോ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരുപക്ഷെ അങ്ങനെ തള്ളിപ്പറഞ്ഞവർക്കും വിമർശിച്ചവർക്കും ഒക്കെ തന്നെ മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ പെൺപുലികൾക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആദ്യ വരി എന്ന് പറയുന്നത് 1983 ലോകകപ്പ് കിട്ടിയപ്പോഴാണ് ഇന്ത്യയിൽ ഒരു ക്രിക്കറ്റിന് മാറ്റം വന്നത്. വനിതാ ക്രിക്കറ്റിനെ കുറച്ചുകൂടി അംഗീകരിക്കണമെങ്കിൽ ഈ ദിവസം അങ്ങേയറ്റത്ത് നിർണായകം. ശരിയാണ്, വനിതാ ക്രിക്കറ്റിന് ലഭിക്കുന്ന സ്വീകാര്യത ഒരുപക്ഷെ ഇന്ന് ഈ കിരീടം നേടാൻ ഇന്ത്യക്ക് സാധിച്ചാൽ അത് വലിയ മാറ്റം രാജ്യത്താകെ ഉണ്ടാക്കുമെന്നതിന് ഒരു സംശയവുമില്ല. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടോസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ടോസ് കിട്ടിയാൽ ഒരുപക്ഷെ ബൗളിംഗ് തന്നെയാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഓസ്ട്രേലിയക്ക് പറ്റിയ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയി പോയി എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അതായത് ഓസ്ട്രേലിയ പ്രതീക്ഷിച്ചത് ഇന്ത്യ പെട്ടെന്ന് ചേസ് കൊളമാക്കും അല്ലെങ്കിൽ കലമുടക്കും ബോട്ടിൽ ചെയ്യും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആ തരത്തിലാണ് 338 എന്ന് പറഞ്ഞ റെക്കോർഡ് സ്കോർ സെമിയിൽ പറഞ്ഞത്. അതൊരു 30 റൺസിന് ഷോട്ടാണ് ഓസ്ട്രേലിയയുടെ സ്കോർ എന്നാണ് പറഞ്ഞത്. അത് 360 എങ്കിലും വേണം ആ ഗ്രൗണ്ടിൽ ഒരുപക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ ടോസ് കിട്ടിയാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇന്ത്യ ചേസ് ചെയ്യുന്ന, പിന്നെ സനിൽ പി തോമസ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ബൗളിംഗ് നിര വീക്കാണ്. അതുകൊണ്ട് ഇന്ത്യ സെക്കൻഡ് പ്രിഫർ ചെയ്യുന്നത് ബാറ്റിംഗ് തന്നെയായിരിക്കും. അനിൽ, ഒരു കാര്യം കൂടെ ഇതിനകത്ത് നമ്മൾ ഈ വനിതാ ക്രിക്കറ്റിന്റെ അംഗീകാരത്തെ കുറിച്ച് പറഞ്ഞു. ഇത്തവണ 125 കോടി, അതായത് നമ്മൾ 2020 വേൾഡ് കപ്പ് രോഹിത് ശർമ്മ ടീം ജയിച്ചപ്പോൾ കൊടുത്ത 125 കോടി തന്നെയാണ് BCCI ഇപ്പോൾ ഇവർക്ക് വിജയിച്ചാൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് മിതാലി രാജ് പണ്ടൊരു ചാമ്പ്യൻഷിപ്പിന് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ട് ഒരാൾ പോലും പത്രക്കാർ തിരിഞ്ഞു നോക്കാതെ ആ പത്രസമ്മേളനം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീലങ്കയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതുപോലെ പത്രസമ്മേളനത്തിന്റെ കാര്യം ഞാൻ ഒരിക്കൽ വായിക്കുണ്ടായി. അവിടെ ആകെ ഒരു ഫോട്ടോഗ്രാഫറും ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മിതാലി രാജിനോട് പല സ്ഥലത്തേക്ക് നോക്കി മറുപടി പറയാനായിട്ട് പറഞ്ഞു, പലരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അത് അന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടറുടെ അനുഭവം ഞാൻ വായിച്ചതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ഇതിലേക്ക് എത്തുന്നത്. ഇപ്പൊ പുരുഷന്മാർക്ക് തുല്യമായ 125 കോടി അവർക്ക് കൊടുത്തു. രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും 2020 ജയിച്ചു കഴിഞ്ഞ വർഷം കൊടുത്തെങ്കിൽ അതേ തുകയാണ് ഇപ്പം BCCI ഇവർക്കും ജയിച്ചാൽ കൊടുക്കാമെന്ന് ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്ട് ഈക്വൽ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ 2017 മുതൽ ആ ഒരു ആവേശം നിലനിർത്താനായിട്ട് നമ്മുടെ താരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജമീമ റോഡ്രിഗ്സിന്റെ പ്രകടനവും അതിന് അനുബന്ധമായി വന്ന അവരുടെ കരച്ചിലും അവരുടെ ഏറ്റുപറച്ചിലും ഒക്കെ മൊത്തം വൈറലായില്ലേ. ഇതിനു മുമ്പ് ഇങ്ങനെ വനിതാ ക്രിക്കറ്റ് ഇത്രയധികം ആഘോഷിക്കപ്പെട്ട ഒരു ഇത് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ല. മാത്രമല്ല, ഒരു കില്ലർ ഇൻസ്റ്റിന്റ് ഉള്ള ഒരു ക്യാപ്റ്റനാണ് നമ്മുടെ ഹർമൻപ്രീത് കൗർ. പണ്ട് ബംഗ്ലാദേശിൽ വെച്ചൊരു ശിക്ഷാ നടപടികൾക്ക് വിധേയമായെങ്കിൽ പോലും ആ ഒരു ആവേശം, ഒരു കില്ലർ ഇൻസ്റ്റിന്റ് അത് വനിതകളിൽ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല ഇത് തന്നെയാണ്. നമ്മൾ പുറകോട്ട് പിന്നിലല്ല എന്നുള്ളൊരു തോന്നല് വളരെ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സായിട്ട് മാറി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഇതിലേക്ക് മാറും. 2005 മുതലാണല്ലോ ഈ ICCയുടെ കീഴിലേക്ക് ഇത് വരുന്നത്. ഇന്ത്യ 2 ലോകകപ്പിലാണ് ഒഴിച്ച് ബാക്കി എല്ലാ ലോകകപ്പിലും പങ്കെടുത്തിരുന്നു. 78 നമ്മൾ ആദ്യം ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പ് 78 അന്ന് ശരിക്കും ക്യാപ്റ്റൻ ആകേണ്ടിരുന്നത് നമ്മുടെ ദീപിക പള്ളിക്കലിന്റെ അമ്മ സൂസൻ എട്ടിച്ചെറിയായിരുന്നു. പക്ഷെ അന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അതിൽ നിന്നുള്ള മാറ്റം. അന്ന് അവര് ബോർഡ് പ്രസിഡന്റ് 11 വേണ്ടി കളിക്കാനായിട്ട് പൂനെയിൽ ഇരുന്നപ്പോഴത്തേക്കാണ് പറയുന്നത് നാളെ വന്ന് വേൾഡ് കപ്പ് നടക്കുന്നു, അവിടെ വന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു. അവരവിടുന്ന് പുറപ്പെടുന്നു. നാഗ്പൂർ വരുമ്പോഴത്തേക്ക് വിമാനം വൈകുന്നു ഇറങ്ങാനായിട്ട്. അവസാനം വന്നപ്പോഴത്തേക്ക് 1 മണിക്കൂർ വൈകിപ്പോയി. അവരും മറ്റ് കളിക്കാരും കൂടെ എത്തിയപ്പോഴത്തേക്ക് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഡയാന ആൻഡ്രൂസ് ഇന്ത്യയെ നയിച്ചു. അതാണ്ട് ആ സ്ഥിതിയായിരുന്നു. അത് ക്യാപ്റ്റനോട് ഇന്നയാളാണ് ക്യാപ്റ്റൻ എന്ന് ഒരു ദിവസം മുമ്പ് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് 78 ഇന്ത്യ ആതിഥേയത്വം. അതിൽ നിന്നാണ് ഇപ്പൊ 2025 എത്തിയപ്പോഴത്തേക്ക് ഇന്ത്യ തന്നെ ആതിഥേയത്വം വഹിക്കുന്നു. വേൾഡ് കപ്പിലേക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മാറിയിരിക്കുന്നു.
ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിയ പ്രേക്ഷകരും കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. അതായത് പറയുന്നത് ഇന്ത്യക്ക് കിരീടം എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഹർമൻപ്രീത് കൗർ മാൻ ഓഫ് ദി മാച്ച് അല്ല, പ്ലെയർ ഓഫ് ദി മാച്ച്. അതാണ് വലിയ മാറ്റമായി മാറുന്നത്. വലിയ മാറ്റം. എന്തായാലും വനിതാ ടീമാണെങ്കിലും വലിയ ആവേശത്തിൽ എല്ലാവരും ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ ഇത് ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആവേശ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡൽഹിയിലേക്കാണ്. അവിടെ വിനീത വിജി ചേരുകയാണ് ഈ ആവേശത്തിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ICC വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുകയാണ്. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ഇരു ടീമുകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ആദ്യ ലോകകപ്പ് കിരീടം തന്നെയാണ്. എനിക്കിപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം അവർ നമുക്കൊപ്പം ചേരുകയാണ്. मतलब हमारा यही मानना है कि हमारी इंडियन वुमेन्स फाइनल्स तक पहुंची है और ये पहली बार ऐसा हुआ है. हरमनप्रीत कौर हमारी कैप्टन, हम चाहते हैं कि उनके लिए हमारी टीम बिल्कुल दिल और जान से इस वर्ल्ड कप को इंडिया में लेके आए और सभी करें. हम जीतेंगे वर्ल्ड कप, हमको बहुत कॉन्फिडेंट है. बिल्कुल कॉन्फिडेंस है. हमारी टीम जीतेगी. साउथ अफ्रीका को हम पटकनी देंगे और जरूर देंगे. चलो சவுத் ஆப்பிரிக்கா இஸ் ஆல்சோ ஸ்ட்ராங் டீம். ஆமா ரொம்ப ஸ்ட்ராங் தான். அதோட நாங்க ரொம்ப ஸ்ட்ராங்கா இருக்கிறோம். அதை விட இந்தியா ஸ்ட்ராங்கா இருக்கு. ஆமா, இந்தியா ரொம்ப ஸ்ட்ராங்கா இருக்குது. And it's been time and again proven that South Africa has been a very big chokers in when it comes to ICC knockout games, and we are very confident that the Indian women's team also will repeat the history. நம்ம கான்ஃபிடென்ட்டா தான் இருக்கிறோம். ஏன்னா சவுத் ஆப்பிரிக்காவோட ஒரே ஒரு லாரா வூல்ஃபுட் மட்டும் தான் விளையாடிட்டு இருக்காங்க. அது இந்தியாவை பொறுத்த வரைக்கும் பண்ணா ஃபர்ஸ்ட் டாப் ஆர்டர் வந்து சொதப்பிட்டாங்கன்னா மிடில் ஆர்டர் ஸ்ட்ராங்கா இருக்காங்க. ஜெமிமர் ரோட்ரிகஸ் வேற வந்துட்டு ஒரு அவங்களுடைய லைஃப் ஆஃப் த இன்னிங்ஸ் ஆடி இருக்காங்க. அந்த ஆட்டம் இந்த இதுலயும் ஃபைனல்ஸ்லயும் தொடர போகுது. ஸோ நம்ம தான் வின் பண்ண போறோம். Both teams are very strong, but South Africa has he said, has the history of choking in the finals. So this time also we believe that India will gonna win this, and Jemima Rodriguez rock. நம்ம காம்படிஷன் 100% டஃப்பாக இருக்கும். பட் ஃபைனலி அவர் டீம் வின், இந்தியா 100% வின். ஸோ நாங்கள் எல்லாமே சப்போர்ட்டாக இருக்கோம் இந்தியாவுக்கு. ഈ പ്രാവശ്യം കപ്പ് നമുക്കാ. കപ്പ് നമുക്കാ. നമ്മ ഈ സാല വേൾഡ് കപ്പ് നമ്മടെ. കപ്പ് നമ്മളുടെ. കാത്തിരിക്കുകയാണ് കപ്പ് കാത്തിരിക്കുകയാണ്. നമ്മളുടെ ഗെയിം ഞങ്ങൾ ഇതിന് മുമ്പ് മാച്ച് തോറ്റതാ. Okay, we are ready to see the final, so we are going to see the final. This is India is going to make the history this bar. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ ആരാധകരൊക്കെ ഉള്ളത്. അവർ പറയുന്നത് ഏതാണെങ്കിലും കളി ഒരല്പം കടുപ്പമായിരിക്കും, പക്ഷെ എന്തായാലും അതിന്റെ ഏറ്റവും ഒടുവിൽ വിജയം എന്നുള്ളത് ഇന്ത്യൻ ടീമിന് തന്നെ ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ മോഹൻ കുമാറിനൊപ്പം വിനീത വിജി, 24. യെസ്, ഈ പറഞ്ഞു കേട്ടപ്പോഴേ ആ എൻ്റെ ഡഫ് കേട്ടപ്പോഴും പക്ഷേ എനിക്കൊരു വാക്കാ സ്ട്രൈക്ക് ചെയ്ത് ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും. ബാംഗ്ലൂരിന്റെ അത് തന്നെ, ഈ കപ്പ് നംദേ എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയും ഇത്തവണ ഈ കപ്പ് നംദേ സ്വന്തമാക്കുക. കപ്പില്ലാത്തവർ കപ്പടിച്ച വർഷമാണ് 2025. ടോട്ടനം, RCB, ദക്ഷിണാഫ്രിക്ക, അങ്ങനെ എല്ലാവർക്കും കപ്പ് കിട്ടിയ വർഷമാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ വനിതകളുടെ കപ്പില്ലാത്ത ആ ഒരു ഇതിന് മാറ്റം വരുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ദക്ഷിണാഫ്രിക്ക ആണെങ്കിലും അതങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയുണ്ട്. യെസ്, ആവേശ ഫൈനലിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3 മണിക്ക് തന്നെ ടോസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കവേഴ്സ് ഇപ്പോഴും ഉള്ളത് ഒരു ആശങ്കയായി നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്ഡേറ്റിൽ മാറ്റമില്ല. 3 മണിക്ക് തന്നെ ടോസ്, 3:30 മത്സരം തുടങ്ങുന്നത് തന്നെയാണ് പറയുന്നത്. നമുക്കിനി പെട്ടെന്ന് നേർക്ക് കണക്കുകളിലേക്ക് പോകണം. രണ്ട് ടീമുകൾ നോക്കുമ്പോൾ സമീപകാലത്ത് ഏറ്റവും നല്ല 2 പോരാട്ടം കാണിക്കുന്ന ടീമുകളാണ്. അപ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് പരിശോധിക്കേണ്ടത്. പക്ഷേ കണക്കിൽ കാര്യമില്ലെന്നാണ് എപ്പോഴും പറയുന്നത്. അതാ ഒരു ദിവസം എങ്ങനെ കളിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആരെങ്ങനെ കളിക്കുമെന്നത് തന്നെയാണ് കാര്യം. പക്ഷെ കണക്കൂടി നോക്കിയിട്ട് വരാം. ഓക്കെ, അതെ. എങ്ങനെയാണ് നേർക്കുനേർ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ആകെ 34 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ ഇന്ത്യക്കാണ് കൂടുതൽ മുൻതൂക്കം. 20 മത്സരങ്ങളിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്ക് 13 മത്സരങ്ങളിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. ഒരു മത്സരത്തിന് ഫലമുണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും അതായത് ഇനി ഈ ലോകകപ്പുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ലോകകപ്പിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടിയത് 6 മത്സരങ്ങളിലാണ്. അതിൽ 3 വീതമാണ് ജയിച്ചത്. അതായത് ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇരു ടീമുകളും തുല്യരാണ് എന്നുള്ളതാണ്. അതിൽ ഇത്തവണത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒരു മത്സരം, ആ വിജയം ദക്ഷിണാഫ്രിക്കയുടെ ഒപ്പമാണ്. അതിന്റെ ഒരു ആധിപത്യമുണ്ട്. പക്ഷെ അതിന് ശ്രദ്ധിക്കണം, നോക്കൌട്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു ഓസ്ട്രേലിയ. പക്ഷെ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ത്യ തോൽപ്പിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചിരുന്നു. പക്ഷേ അതേ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ടാണ്, സെമിയിൽ തോൽപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്ക ഫൈനൽ നേടിയത്. അപ്പം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോറ്റിരുന്നു. ഇനി ഫൈനൽ എന്താകുമെന്ന് കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആവുന്നതാണ്. സച്ചിനൊക്കെ ആദ്യം ലെഫ്റ്റ് കാലിലാണ് പാഡ് കെട്ടു, അല്ലെങ്കിൽ അങ്ങനെ പല
സൂപ്പർസ്റ്റീഷൻ അന്ധവിശ്വാസികളുടെ ഒരു ഇടമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ഈ കണക്കിലൊക്കെയാണ് ഇന്ത്യക്കാരുടെ ഒരു ആശ്വാസം. എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ തോറ്റത് ജയത്തിലേക്ക് മാറ്റുമോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും മത്സരം തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മത്സരം സംപ്രേഷണം ചെയ്യുന്ന ചാനലിൽ സ്മൃതി മന്ദാനയുടെ ഒരു ചാറ്റൊക്കെയാണ് നടക്കുന്നത്. പ്രേക്ഷകർ എന്തായാലും സ്മൃതിയിലാണ് നമ്മുടെ ഒരു സ്റ്റാർ എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തവണ സ്മൃതിയാണ് ഇന്ത്യൻ താരങ്ങളിൽ ലീഡിംഗ് റൺ ഗെറ്റർ എന്നുള്ളതാണ്. വനിതാ നേരെ എൻ്റെയർ നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാട്ടും ആണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് താരങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് സനൽ പി തോമസിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. സനൽ പി തോമസ്, താങ്കൾ ഇന്ന് ആർക്കൊരു അഡ്വാൻറ്റേജ് കൊടുക്കും? അതായത് ഈ മത്സരങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയെ തോൽപ്പിച്ച ഒരു ചരിത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉള്ളത് ഈ ടൂർണമെൻറ്റിൽ എന്നുള്ളത്. ആവർത്തിക്കാൻ സാധിക്കുമോ അതോ ഇന്ത്യ തിരിച്ചടിച്ച് കപ്പടിക്കുമോ എന്നുള്ളതാണ്? ഇല്ല, സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. ഒരു ചെറിയൊരു വ്യത്യാസം. നേരത്തെ വളരെ പറഞ്ഞ പോലെ തന്നെ മത്സരം വളരെ ടഫായിരിക്കും. പക്ഷേ ഒരു അഡ്വാൻറ്റേജ്, അതൊരു 35-40,000 ക്രൗഡിന്റെ ഒരു പിന്തുണ മാത്രമായിരിക്കില്ല. അല്ലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹർമൻപ്രീത് കൗറിനെ സംബന്ധിച്ചുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. മിതാലി രാജിന് കഴിയാത്തത് ഹർമൻപ്രീതിന് സാധിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത കണ്ടത്, നമ്മുടെ താരങ്ങൾ പലരും ആദ്യം ഫോമിലല്ലായിരുന്നു, പിന്നീട് ഫോമിലേക്ക് എത്തി. ഇപ്പൊ ജമീമ തന്നെ 2 മത്സരങ്ങളിൽ 0-ക്കാണ് പുറത്തായത്. ഒരു മത്സരത്തിന് പുറത്തിരിക്കേണ്ടിയും വന്നു, എന്നിട്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ തന്നെ സ്മൃതി മന്ദാന ആദ്യം ഫോമിലേക്ക് ഉയർന്നില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാവരും ഫോമിലേക്ക് വരുന്നു. അതാണ് ഇപ്പോൾ ഒരു ആശ്വാസമായിട്ടുള്ളത്. അതിൽ ഒരാൾക്ക് മാത്രം പരിക്കേറ്റ് തിരിച്ച് പ്രതികക്ക് മാത്രം പരിക്കേറ്റ് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഷഫാലി വർമ്മയെ ആദ്യം ടീമിൽ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അത് കുറച്ച് വിമർശനമൊക്കെ ക്ഷണിച്ചു. അപ്പം ഇതിനകത്ത് പ്രതിക പരിക്കേറ്റ് പുറത്തായപ്പോഴത്തേക്ക് പകരം ഷഫാലി വർമ്മ വന്നു. ഷഫാലിക്ക് കഴിഞ്ഞ മത്സരത്തില് സെമിഫൈനലിൽ അത്രയ്ക്ക് തിളങ്ങാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഷഫാലി സംബന്ധിച്ചുള്ള ഒരു നല്ല ചാൻസ് തന്നെയാണ് ഇത്തവണ കൈവന്നിരിക്കുന്നത്. കാരണം ഒരു തിരിച്ചു വരവ്, അവസാനം തഴയപ്പെട്ട ആൾ തിരിച്ചു വരുന്നു, ഒരു ചാൻസ്. ചിലപ്പോൾ ഒരു പക്ഷേ ഷെഫാലി അതിനകത്ത് നന്നായി ഓപ്പണറായിട്ട് നന്നായിട്ട് ഷൈൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും താരങ്ങളെല്ലാം ഫോമിലേക്ക് ഉയരുന്നു. അതാണ് ഒരു ഏറ്റവും സന്തോഷകരം. പ്രത്യേകിച്ച് ബാറ്റർമാര്, അതേപോലെ ബാറ്റ്സ്മാൻ എന്ന് പറയാൻ പറ്റത്തില്ല, ബാറ്റർമാര് ഫോമിലേക്ക് ഉയരുന്നു. അപ്പോൾ ആദ്യത്തെ നിന്ന് മാറിയപ്പോൾ 2 തവണ 0-ക്ക് ഒരു തവണ ടീമിൽ നിന്ന് പുറത്താകുകയും ചെയ്ത ഒരാളുടെ തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ആദ്യം ന്യൂസിലൻഡിനെതിരെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു, ഹാഫ് സെഞ്ചുറി, അത് കഴിഞ്ഞ് സെഞ്ചുറി. അതുപോലെ തന്നെയാണ് ഇവരുടെ സ്മൃതിയുടെ ഇത്. അപ്പോൾ സ്മൃതിയുടെ ഇന്നിങ്സ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, സ്മൃതിയുടെ ഇന്നിങ്സ് എടുത്താൽ 109 വേഴ്സസ് ന്യൂസിലൻഡ്, 88 വേഴ്സസ് ഇംഗ്ലണ്ട്, 80 വേഴ്സസ് ഓസ്ട്രേലിയ. കുഴപ്പമില്ലാത്തൊരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. സ്മൃതിയാണെങ്കിലും ഇപ്പോൾ നേരത്തെ അനിൽ വാസ്തു പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിരിക്കുന്ന ആൾ സ്മൃതി മന്ദാന തന്നെയാണ്, വൈസ് ക്യാപ്റ്റൻ. അപ്പോൾ ഏതായാലും ഇന്ത്യക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. അത് നമ്മുടെ ബൗളേഴ്സ് എങ്ങനെ ഇന്നത്തെ ഫോം എത്തും എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാന കാര്യം. രേണുകാ സിംഗ് ഫോമിലാകേണ്ടതുണ്ട്. ആദ്യത്തെ ഒരു പാർട്ട്ണർഷിപ്പിനെ തകർക്കേണ്ടതുണ്ട്. അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ബാക്കിയൊക്കെ സ്പിന്നേഴ്സാണ്. ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്ര ഫോമിലേക്ക് ബാറ്റർമാർ നല്ല ഫോമിലാണ്. ഇനി ബൗളിംഗ് നിര കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു മേധാവിത്വം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ സനൽ പി തോമസ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ മാധ്യമ സ്പോർട്സ് ജേർണലിസ്റ്റായ അഞ്ജന ശശി കൂടി ചേരുകയാണ്. അഞ്ജന, വലിയ രീതിയിലുള്ള മഴയുണ്ട് ഇപ്പോൾ മുംബൈയിൽ. നമ്മൾ ഇന്ന് നവി മുംബൈയിൽ പ്രതീക്ഷിച്ച ഒരു വലിയ റൺമഴയാണ്, പക്ഷേ അതിനു മുൻപൊരു മഴ പെയ്യുകയാണ്. എന്താണ് പ്രതീക്ഷ? ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ മത്സരം വരുമ്പോൾ ആർക്കാണ് ഒരു മുൻതൂക്കം കാണുന്നത്? കൃത്യമായി പറഞ്ഞാൽ നമുക്കൊരു മുൻതൂക്കം എന്നത് ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാനാവാത്ത അവസ്ഥയിലാണ്. ഇവിടുത്തെ മഴ പോലെ തന്നെയാണ് നമ്മളുടെ ഈ മത്സരവും. നവി മുംബൈയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അഞ്ജനയുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലാക്കുന്നത് ഹെവി റെയിൻ വീണ്ടും തുടങ്ങി എന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഹെവി റെയിൻ ആവുകയാണെങ്കിൽ ഇന്ന് മത്സരം നടത്താൻ പറ്റില്ലെങ്കിൽ നാളെ റിസർവ് ഡേ ഉണ്ടാവും. ഇനി നാളെയും അതേ തരത്തിൽ മത്സരം വാഷ് ഔട്ട് ആവുകയാണെങ്കിൽ രണ്ട് ടീമുകളും കൂടി ടീമിന്റെയും ആരാധകർ ആഗ്രഹിക്കുന്നത് അതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിട്ടാതെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ എന്നുള്ള ഒരു തർക്കത്തിലായിരിക്കും. അമ്പയേഴ്സ് ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്, എന്താണ് പറയുന്നു എന്നുള്ളത് ഗ്രൗണ്ട് സ്റ്റാഫുമായൊക്കെ തന്നെയായി സംസാരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 3 മണിക്ക് ടോസ് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. 3 മണിക്കാണ് ടോസ് ഉണ്ടാവുക, 3:30 മത്സരം തുടങ്ങും എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടാവില്ല എന്നത് തന്നെയാണ്. പക്ഷേ
എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഓവേഴ്സ് ചിലപ്പോൾ വെട്ടിക്കുറച്ചാൽ പോലും മത്സരം നടക്കട്ടെ, ഒരു ആവേശ പോരാട്ടം തന്നെ നടക്കട്ടെ. നാളേക്ക് പോകുമ്പോൾ അതിൻ്റെ ആവേശം കുറച്ച് കുറയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആവേശവുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് അഭിനന്ദ് കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഭിനന്ദ്, എന്താ അവിടുത്തെ ഒരു വൈബ്? ഇന്ത്യക്ക് ഇത് മൂന്നാം ഫൈനലാണ്. കഴിഞ്ഞ 2 തവണയും കണ്ണീരണിഞ്ഞായിരുന്നു ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണ ഹോം ഗ്രൗണ്ടിൽ കപ്പ് ഉയർത്തിയ ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ മടങ്ങും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇവിടെയുള്ള കായിക താരങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗ്രൗണ്ടിലുള്ള കായിക താരങ്ങൾക്കൊപ്പമാണ്. പലതരത്തിലുള്ള കായിക ഇനങ്ങൾ അഭ്യസിക്കുന്ന ആളുകളാണ് ഇവർ. ഇത്തവണ വലിയ പ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ചേച്ചി, എന്തായാലും കപ്പ് ഉയർത്തല്ലേ? അതെ, ഇന്ത്യ ഇപ്രാവശ്യം എന്തായാലും കപ്പ് ഉയർത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാനുള്ളത്? എന്തായാലും ഇപ്രാവശ്യം നമ്മൾ തന്നെ കപ്പെടുക്കും. നല്ല പ്രതീക്ഷയിലാണ് കഴിഞ്ഞ കളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. കഴിഞ്ഞ തവണത്തെക്കാട് ഭയങ്കര പോരാട്ടമായിരുന്നു ഈ തവണ വനിതകൾ. അപ്പം ഫൈനലിലും ആ ചൂടോടുകൂടി അവർക്ക് കളിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ തന്നെ ആയിരിക്കും കപ്പ്. ഡെഫിനറ്റ്ലി. കമോൺ കമോൺ വുമൻ. ഈ വനിതകൾക്കിടയിൽ ഒരു ചേട്ടനും കൂടി ചേർന്നുണ്ട്. ചേട്ടൻ കളി നന്നായി അറിയാം, ഓരോ മാച്ച് നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അതെ, ഒന്നാമതായിട്ട് ഓസ്ട്രേലിയയുടെ ആ ഇമ്പോർട്ടൻസ് 7 കൊല്ലം ചാമ്പ്യൻസ് ആയിരുന്നു. 7 കൊല്ലത്തിൽ ആദ്യത്തെ ഡിഫീറ്റാണ് നമ്മൾ സെമിഫൈനലിൽ ഉണ്ടായിരുന്നത്. അത് പറ്റിയത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ്. അപ്പോൾ ആ കൂട്ടായ്മ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ഫൈനലിലും ആവർത്തിക്കും. ആൻഡ് ഗോഡ് വില്ലിംഗ് വി വിൽ ഡു ഇറ്റ്. ദക്ഷിണാഫ്രിക്ക തറ പറ്റിക്കുമല്ലേ? തീർച്ചയായിട്ടും ഓടി വേൾഡ് കപ്പ് ഇന്ത്യക്കുള്ളത് തന്നെ. ഫോർ ഷുവർ. ഓസ്ട്രേലിയനെ തറവരിച്ച് നമുക്ക് പിന്നെ ദക്ഷിണാഫ്രിക്കനെ തറവറ്റിക്കാൻ എന്തെങ്കിലും ഒരു ഡൗട്ടും ഇല്ല. ഓസ്ട്രേലിയ തറ പറ്റിച്ച ഇന്ത്യക്ക് ഇത്തവണ ദക്ഷിണാഫ്രിക്കയെ തറ പറ്റിക്കാൻ ഒരു പാടുമില്ല. എന്തായാലും കപ്പ് ഉയർത്തി മാത്രമേ ഹോം ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുമെന്ന് ആവർത്തിക്കുകയാണ് കോഴിക്കോട്ടെ കായിക താരങ്ങൾ. കോഴിക്കോട് നിന്നും അനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24. എന്തായാലും വലിയ ഒട്ടും സന്തോഷം നൽകുന്ന വാർത്തകളല്ല നവി മുംബൈയിൽ നിന്ന് വരുന്നത്. പെരുമഴയാണ്. അപ്പോൾ ഈ മത്സരം സംപ്രേഷണം ചെയ്യുന്ന ചാനലിൻ്റെ ഒരു വിൻഡോ ഒക്കെ കാണുമ്പോൾ നിർത്താതെ പെയ്യുന്ന മഴയാണ് കാണുന്നത്. വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ ഓവറുകൾ വെട്ടിക്കുറച്ചെങ്കിലും ഇന്ന് മത്സരം നടക്കുമോ എന്നുള്ളത് അറിയാം. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ കൂടി അവിടെ റാഫി കരീമുണ്ട്. റാഫിയുടെ കൂടെ ഒരു കൂട്ടം ആരാധകരുണ്ട്. റാഫി, എന്താണ് കൊച്ചിയിലെ ആവേശം? വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് കലാശ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അവിടെ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ആ മത്സരത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ. കാരണം സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുമ്പോൾ, നിലവിലെ ചാമ്പ്യന്മാരാണ് ഓസ്ട്രേലിയ, ആ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത്. ഈ ഫൈനലിൽ ആര് ജയിച്ചാലും അത് അവരുടെ കന്നിക്കിരീടമാണ്. ആ കന്നിക്കിരീടം ഇന്ത്യയുടേത് തന്നെയാകണം എന്നുള്ളതാണ് പ്രതീക്ഷ. ആരാധകരെല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ പച്ചാളത്ത് നിന്നുള്ള കുറച്ച് ക്രിക്കറ്റ് താരങ്ങളുണ്ട്, ക്രിക്കറ്റ് ആരാധകരുണ്ട്. നമുക്ക് അവരുടെ ഒരു പ്രതീക്ഷ എന്താണ്, അവർ എത്രത്തോളം ആവേശത്തിലാണ് എന്നറിയാം. എന്താണ് നമ്മൾ ഇന്ത്യൻ ടീം, വനിതാ ടീം ഇന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പ്രതീക്ഷ? ഇന്ത്യ ജയിച്ച ഒരു ഹിസ്റ്റോറിക് മൂവ്മെന്റ് തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ തന്നെ കളി നടക്കുന്നത്, ഇന്ത്യ തന്നെ ലിഫ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളും. അതും ഒരു വുമൻസ് വേൾഡ് കപ്പിൽ തന്നെ. നമ്മുടെ ഇന്ത്യൻ ടീം നേരത്തെ സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയാണ് തോൽപ്പിച്ചത്. ഇപ്പോൾ ഫൈനലിൽ ഓസ്ട്രേലിയയാണ് തോൽപ്പിച്ചത്. ഇപ്പോൾ ഫൈനലിൽ വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികൾ. ഓസ്ട്രേലിയനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ മെൻസ് ടീം ഓസ്ട്രേലിയനായിട്ട് ഇപ്പോൾ സീരീസ് എന്തായാലും ഓസ്ട്രേലിയ കൊണ്ടുവരാം. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അടിക്കണം. അത് നമ്മുടെ വാശിയാണ്. എന്തായാലും ഇന്ത്യ ജയിക്കണം. നമ്മൾ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചപ്പോൾ തന്നെ വിജയിച്ചതാണ് എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഓസ്ട്രേലിയ ഞങ്ങൾ ആ സെമി ഫൈനലിൽ തന്നെ ഞങ്ങൾ സംബന്ധിച്ചോളം കപ്പ് അടിച്ചെന്നുള്ളത്. ഇനി ദക്ഷിണാഫ്രിക്കയായിട്ട് ചെറിയൊരു പേരിനൊരു കളി അത്രേ ഉള്ളൂ. കപ്പായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അത്രേ ഉള്ളൂ. ഇന്ത്യ തന്നെയാണ് മത്സരം. അത് അത്രേ ഉള്ളൂ. ഇന്ത്യ തന്നെ മത്സരം, ഇന്ത്യ തന്നെ കപ്പടിച്ച് ഇന്ത്യ തന്നെ വീട്ടിലേക്ക് പോകും. എന്തായാലും നമ്മൾ ആരൊക്കെയാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ട താരങ്ങൾ? പ്രതീക്ഷ അർപ്പിക്കേണ്ട താരങ്ങൾ ജമീമ റോഡ്രിഗസ്, സ്മൃതി മന്ദാന, പിന്നെ ശരണി നല്ലൊരു ബോളിംഗ് പ്രകടനം തന്നെ നമ്മൾ ഈ കളി കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നവി മുംബൈയിലാണല്ലോ കളി. അത് നമ്മളുടെ ഹോമിൽ തന്നെ കളി നടക്കുന്ന കാരണം ഇത്തവണ കപ്പ് നമുക്ക് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആരാധക കൂട്ടം എല്ലാവരും. ഇന്ത്യൻ ടീം തന്നെ ഈ തവണത്തെ വനിതാ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒപ്പം തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന് ആ ഫൈനൽ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കരുത്ത് കാട്ടുമെന്ന് തന്നെയാണ് ആരാധകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ. എന്തായാലും വലിയ പ്രതീക്ഷയിലായിരുന്നു രാജ്യം ഒന്നടങ്കം. കാത്തിരിപ്പിലാണ്. ലോകകപ്പിൽ ഇന്ത്യ
ആ ലോക കിരീടം നേടുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വലിയ ആശങ്കയായി ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അമ്പയേഴ്സ് ഈ ഗ്രൗണ്ടിൽ പിച്ചിൽ വന്ന് പരിശോധിക്കുമ്പോൾ ഒട്ടും ആശ്വാസകരമായ വാർത്തകളല്ല നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് കാത്തിരിക്കാം. ഇന്ന് മത്സരങ്ങൾ ഓവറുകൾ വെട്ടിക്കുറച്ചെങ്കിലും മത്സരം നടക്കട്ടെ കാണാം. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ റിസർവ് ഡേ ഉണ്ട്. നാളെയെങ്കിലും ഈ മത്സരം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കളത്തിലിറങ്ങിയാൽ ഇന്ത്യ ജയിക്കുമെന്ന് ഇന്ത്യൻ ആരാധകർക്കൊരു പ്രതീക്ഷയില്ലായകയില്ല. പക്ഷേ മത്സരം നടക്കുമെന്നാണ് അറിയേണ്ടത്. അത് അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.